മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയാണ് കേരളത്തിൽ ചൂടുപിടിക്കുന്നത്. വൈകാതെ തന്നെ അതിലൊരു തീരുമാനമാവുകയും ചെയ്യും. ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം ശക്തമാവുകയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇമെയിൽ പ്രവാഹമെന്നാണ് റിപ്പോർട്ട്. വയനാട്ടിൽ നിന്ന് അടക്കമുള്ള പ്രവർത്തകരാണ് ഔദ്യോഗിക ഇമെയിലുകളിലേക്ക് ബന്ധപ്പെടുന്നത്. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് മെയിലുള്ളത്. അതേസമയം പ്രിയങ്കയുടെ മണ്ഡലത്തിൽ ഇന്ന് പ്രതിഷേധ പ്രകടനത്തിനും ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 99% സാധ്യത കെ.സി. വേണുഗോപാലിനെന്നാണ് കെ.സി. പക്ഷ നേതാക്കൾ പറയുന്നത്. പിന്മാറില്ലെന്ന സന്ദേശം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. ഒട്ടും മയം വേണ്ടെന്ന നിലപാടിലാണ് കെ.സി. പക്ഷം. ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകില്ലെന്നാണ് അവകാശവാദം. 6 മാസത്തെ സമയമുണ്ട്. സർക്കാർ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നും അതോടെ ജയിക്കുമെന്നുമാണ് കെ.സി. പക്ഷ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അതേസമയം കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തെരഞ്ഞെടുക്കപ്പെടാൻ ആലുവ മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ. യൂത്ത് കോൺഗ്രസ് ആലുവ മണ്ഡലം വൈസ് പ്രസിഡന്റ് തരുൺ ജയറാമാണ് സതീശന്റെ വിജയത്തിനായി വിവിധ വഴിപാടുകൾ നടത്തിയത്. മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനായി ഗണപതി ഹോമമാണ് പ്രധാനമായും നടത്തിയത്. ഇതിനു പുറമെ ഭഗവതി സേവ, മൃത്യുഞ്ജയ ഹോമം, കടുംപായസം, ജലധാര, കരിക്ക് അഭിഷേകം എന്നീ വഴിപാടുകൾ സതീശന്റെ പേരിൽ സമർപ്പിച്ചു. 955 രൂപയുടെ വഴിപാടുകളാണ് തരുൺ ബുക്ക് ചെയ്തത്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കവെയാണ് തന്റെ നേതാവിനായി അണികൾ പ്രാർത്ഥനയുമായി ക്ഷേത്രത്തിലെത്തിയത്. സതീശനായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സുകൾ ഉയരുന്നതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ വഴിപാടുകളും വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അതേസമയം കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്നതിൽ തർക്കം നിലനിൽക്കുന്നതിനിടെ തനിക്കായി തെരുവിലിറങ്ങുകയും ഫ്ലെക്സ് യുദ്ധം നടത്തുകയും ചെയ്യുന്ന പ്രവർത്തകരോട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് സതീശൻ രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയുണ്ടായിരുന്നത്. 102 സീറ്റുമായി കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നമ്മൾ നേടിയത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. രണ്ടാം ഘട്ട നടപടികളിലേക്ക് എ.ഐ.സി.സി കടക്കുന്നു. നമുക്കിത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. ചേരി തിരിഞ്ഞ് പ്രകടനങ്ങൾ നടത്തുന്നതും ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നതും ഒഴിവാക്കണം. അത്തരം നടപടികളിൽ നിന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് യു.ഡി.എഫ് പ്രവർത്തകർ പിന്മാറണമെന്നാണ് അദ്ദേഹം സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.